50 വയസ്സോടടുക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ സങ്കടത്തോടെ പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറയാ, രാത്രി ടാക്സി പോലെ എന്റെ വാഹനം ഓടിയിട്ടാ ഞാൻ കുടുംബം പോറ്റുന്നത്. രാത്രി 1:30 മണിക്ക് ഞാൻ അങ്ങനെ ഓട്ടം ഓടുന്നതിനിടയിൽ ബീച്ചിന്റെ അരികിലുള്ള ഒരു ഫുട്പാത്തിന്റെ മേലെ കയ്യിൽ സിഗരറ്റുമായി അന്യ ആണുങ്ങളുടെ കൂടെ അങ്ങനെ സംസാരിച്ചും വൃത്തികേട് പറഞ്ഞും നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. ഞാൻ ആ മകളോട് എന്റെ മകളെ പോലെ കണ്ടു എന്നൊരു മനസ്സിന്റെ ആ ഒരു തിന്മ കണ്ടപ്പോ, പടച്ചോനെ തിന്മയാണല്ലോ ഈ മക്കൾ ആഘോഷിക്കുന്നത് എന്ന് കണ്ട ബേജാറിൽ ഞാൻ ആ മകളോടൊന്ന് പറഞ്ഞു, മോളെ ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെ തെറ്റല്ലേ, മോക്ക് വീട്ടിക്ക് പോയാ പോരെ എന്ന് ചോദിച്ചപ്പോ ആ പെൺകുട്ടി ഇതേ വാപ്പാനോട് തിരിച്ചു ചോദിച്ച ചോദ്യം നിങ്ങളിന്റെ തന്തയല്ലല്ലോ എന്നുള്ളതായിരുന്നു. അതിനുശേഷം കൂട്ടുകാർക്കിടയിൽ ഒന്ന് രസിപ്പിക്കാൻ വേണ്ടി കാക്കാന്റെ വീട്ടിൽ പോയി നോക്കൂ, നിങ്ങളെ പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ അവിടെ തന്നെ ഉണ്ടോന്നൊന്ന് അറിഞ്ഞിട്ട് പോരെ ഉപദേശിക്കൽ. ഇന്നും ആ പെൺകുട്ടിയുടെ വാക്ക് കേട്ട് നെഞ്ചുപൊട്ടി ഇന്നും സങ്കടത്തോടെ ഒരാളോട് നന്മ പറയരുത് എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന മനോവേദനയിൽ ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊരൊറ്റപ്പെട്ട സംഭവമല്ല. കാരണം ഇന്ന് തിന്മകളാ ആഘോഷിക്കപ്പെടുന്നത്, നന്മകൾ ആളുകൾക്ക് വേണ്ട. ഒരു രംഗത്തും ഇസ്ലാം പഠിപ്പിച്ച നന്മയെന്ത് എന്നാളുകൾക്ക് ചിന്തയില്ല. പണമുണ്ടാക്കണം, അതല്ലെങ്കിൽ ജീവിതത്തിന്റെ വയലൻസിലാണ് ആസ്വാദനം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ തലമുറയെ, മക്കളെ മാറ്റാൻ മീഡിയകൾക്കും കാഴ്ചകൾക്കും സാധിച്ചിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൽ ഒരു യൂട്യൂബറെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ വന്നപ്പോ എട്ടും പൊട്ടും തിരിയാത്ത 100 കണക്കിന് മക്കൾ അന്ന് മീഡിയക്കാരോട് വാത്തുറന്ന് സംസാരിച്ചത്, അവനെ തൊട്ടാൽ കേരളം ഞങ്ങൾ കത്തിക്കും എന്നാണെങ്കിൽ കണ്ട സിനിമയിലെ വയലൻസ് ഒന്ന് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പേനക്കത്തി കൊണ്ട് അടുത്തിരിക്കുന്നവന്റെ കൈകളിലും മാറത്തും അടയാളമുണ്ടാക്കാൻ പോലും ഇന്നത്തെ ഒരു 4ാം ക്ലാസ്സുകാരനും ആ 8ാം ക്ലാസ്സുകാരനും പറ്റുന്നുണ്ടെങ്കിൽ വയലൻസും നാണമില്ലായ്മയും ഇന്നാളുകൾക്ക് ലഹരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ബ്ലോഗർ 2 കുട്ടികളെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കോടതി റിമാൻഡ് ചെയ്തു. അക്രമാസ്ത സ്വഭാവം കാണിച്ചപ്പോ മാനസികമായ പ്രയാസങ്ങളാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയോ ഡോക്ടർമാര് അവനെ ചികിത്സിക്കാൻ തീരുമാനിച്ചു, പോലീസുകാരുടെ കൂട്ടായ്മയോടുകൂടി. പക്ഷെ അതിലേറെ സങ്കടകരം, ആ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസർക്ക് വേണ്ടിയും ചെറുപ്പക്കാര് കമന്റ് എഴുതുമ്പോ നമ്മൾ പോലും ചിന്തിച്ചു പോകും, ഈ കേരളത്തിന്, ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഗാന്ധിജിയോട് ചേർത്ത് നിർത്തപ്പെടാനുള്ള നന്മ ചെയ്തിട്ടല്ല അവൻ കരാഗ്രഹത്തിൽ അടക്കപ്പെടുന്നത്. മറിച്ചെന്തിന്റെ പേരില? പരസ്യമായ തെരുവോരങ്ങളിലും ബീച്ചുകളിലും കയറി ചെന്ന് പെൺമക്കളോട് ഉമ്മ ചോദിച്ചുകൊണ്ടും ദ്വയാർത്ഥമായ ചില ചോദ്യങ്ങൾ ചോദിച്ച് ആളുകൾക്കിടയിൽ തന്റെ യൂട്യൂബിന്റെ റീച്ച് കൂട്ടാൻ വേണ്ടി എന്ത് തോന്നിവാസവും പറയാം എന്ന് ഈ സമൂഹത്തിന്റെ മുൻപിൽ തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത ഒരു ചെറുപ്പക്കാരന് 2 മില്യണിലധികം കാഴ്ചക്കാരുണ്ടെങ്കിൽ ഈ സമൂഹം എത്രത്തോളം വയലൻസും നാണമില്ലായ്മയും സ്നേഹിക്കുന്നുണ്ട് എന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം.